ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ കണ്ടല്ലോ, രാവിലത്തെ നാസ്ത കണ്ടല്ലോ. ഇഡലി ഉണ്ട്, റോസ്റ്റ് ഉണ്ട്. ഇഡലി ഇൻക്കൂസിനും റോസ്റ്റ് മനുവിനും, പിന്നെ ചായ ഉണ്ട്. അതൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കിനും റൂം ക്ലീൻ ചെയ്യാൻ ആളെത്തിട്ടോ. ഈ ഹോട്ടലിൻ്റെ ഉടമയുടെ മകന് ഒപ്പം നിൽക്കും കേട്ടോ. ഈ ജോലിക്കാരുടെ കൂടെ അയാളാണത് ജിത്തുബ. ഇതുണ്ടോ പോണത്. അങ്ങനെ ഒരു ഭാവം തന്നെ ഇല്ല അയാൾക്ക്. അതൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കിനും ഉച്ചയായി. ഉച്ചയ്ക്ക് നമ്മൾ ചോറൊക്കെ ഓർഡർ പറഞ്ഞിരുന്നു. പിന്നെ മുട്ട പൊരിച്ചതും ചോറും ദാൽക്കറിയും അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ ഇന്ന് നമ്മൾ എങ്ങോട്ട് പോകണമെന്ന് വെച്ചാൽ കപ്പട മാർക്കറ്റ് ഉണ്ട്, അങ്ങോട്ട് പോകണത് കേട്ടോ. അപ്പോൾ കൃഷിന് ഭയങ്കര പരിചയം, എല്ലാ ഭാഗമൊക്കെ പരിചയമുള്ള പോലെ കൃഷി മുന്നിൽ കൂടുന്നുണ്ട്. മനു പറഞ്ഞ് മെട്രോ പോവാന്ന്. പക്ഷേ മെട്രോ കയറിയിട്ട് ചടച്ചു എന്ന് വെച്ചാലും പോരാ, ആകെ ടയേർഡായി, ഒന്ന് പിടുത്തം വിട്ട പോലെ ആയിട്ടോ. അത്രക്ക് എന്താ പറയുക, എങ്ങനെയെന്നറിയാം, അത്രയ്ക്ക് ആവശ്യമായി. കാരണം ഇറങ്ങേണ്ട സ്റ്റേഷനിൽ ഇറങ്ങിയില്ല. ഇതുണ്ട് എന്താ ജനം. എന്താ വെച്ചാൽ 10-20 രൂപ കൊടുത്താൽ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് പോയി ഇറങ്ങണി. യൂബർ വിളിക്കുകയാണെങ്കിൽ അതിന് എത്ര പൈസ കൊടുക്കണം, ഓട്ടോ വിളിക്കുകയാണെങ്കിൽ അതിന് എത്ര പൈസ കൊടുക്കണം. ഇതിപ്പോൾ ഒരു 10-20 കൊണ്ട് കാര്യം നേടുകയാണ്, നമ്മൾ KSRTC കയറുന്ന പോലെ. പക്ഷേ അങ്ങനെ നല്ല കേട്ടോ, അടിപൊളിയാണ്. പക്ഷേ ഇരിക്കാൻ സ്ഥലമോ സീറ്റൊന്നും കിട്ടൂല, അത്രയ്ക്ക് തിരക്കാണ്. ഞാൻ വിചാരിക്കും ഡൽഹിയിലുള്ള മൊത്തം മനുഷ്യന്മാർ ഇതിൽ കയറിയിരിക്കുകയാണോ എന്ന്. അത്ര ഞാൻ പറഞ്ഞില്ലേ, ഒന്ന് ശ്വാസം വിടാൻ പോലും പറ്റുന്നില്ല, അത്ര തിരക്കാണെന്ന്. നമ്മളിങ്ങനെ നിൽക്കണം. അത് ഇറങ്ങി ഇപ്പുറത്തിറങ്ങി വീണ്ടും എസ്കലേറ്റർ, വീണ്ടും ഇതിൽ കയറി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇറങ്ങേണ്ട സ്റ്റേഷനിൽ ഇറങ്ങിയില്ല, പിന്നെ കയറേണ്ട സ്റ്റേഷനിൽ കയറിയില്ല പറഞ്ഞ മാതിരി ഒന്നങ്ങോട്ട് ചുറ്റിക്കറങ്ങിപ്പോയി. പിന്നെ എന്താ പറയുക, ഫുഡൊക്കെ കഴിച്ചുകൊണ്ട് അവർക്ക് വലിയ വിഷമമൊന്നും വന്നില്ല. പിന്നെ ഇങ്ങനെ ഓരോരുത്തരിങ്ങനെ കാണുമ്പോൾ നമ്മൾ വായുമ്പോൾ ആവശ്യം ഇങ്ങനെ നോക്കി നിൽക്കല്ലേ. ഞാൻ നോക്കുന്നത് ഇങ്ങനത്തെ ഉണ്ടാവും, ഓരോരോ സ്ഥലത്ത് ഓരോരോ ആളുകൾ ഓരോ തരം എന്താണെന്ന് അറിയുക, എന്താണ് ഇവർ ഏതാണെന്നൊന്നും നമുക്കറിയില്ലല്ലോ അല്ലേ. അപ്പോൾ അറിയാതെ ആരെ കുറിച്ചൊന്നും പറയാനും പറ്റൂല. വീണ്ടും അടുത്ത സ്റ്റേഷൻ പിടിക്കാൻ. മനുവിനിപ്പോൾ ഇതൊരു കളിയായിട്ട് മനു മാറിയോന്ന് എനിക്കറിയില്ല കേട്ടോ. മനുവിൻ്റെ കാട്ടിലൊക്കെ കണ്ടാൽ എനിക്ക് അങ്ങനെ തോന്നുന്നത്. മനുവിനിപ്പോൾ ഇതെന്താ ഒരു കളിയോ. എനിക്കാണെങ്കിൽ ദേഷ്യം പിടിക്കാൻ തുടങ്ങിക്കോളൂ. എന്താ ഇത്, മെട്രോ കയറിയിട്ട് മടുത്തിക്ക് എനിക്ക്. എത്ര പ്രാവശ്യമാണ് ഇത് കയറും ഇറങ്ങുക ചെയ്യണത്. ഇതുണ്ടോ വിജയ് വിഹാർ എന്ന് എഴുതിയിട്ടുണ്ട്, കണ്ടില്ലേ. ഓരോ സ്റ്റേഷൻ്റെ ഭാഗങ്ങളാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കപ്പട മാർക്കറ്റ് എവിടെയെന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കി ഞങ്ങൾ വീണ്ടും അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങാൻ തയ്യാറായി കയറിട്ടോ. ഇതന്നെ ഞങ്ങൾക്ക് പണി. പക്ഷേ ഇരിക്കാനില്ലേ, കണ്ടില്ലേ, ഒരു സീറ്റ് പോയിട്ട് നിൽക്കാൻ സ്ഥലം കിട്ടിയത് ഭാഗ്യം എന്ന് ഞാൻ വിചാരിക്കും ഇടക്കിടക്ക്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇതിൽ കണ്ടോ ഓരോരോ കാഴ്ചകൾ ഇങ്ങനെ കാണാം. കാഴ്ചകൾ മീൻസ് സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ കാണാം കേട്ടോ. അങ്ങനെ ഞങ്ങളിവിടെ ഇറങ്ങി. പിന്നെന്താ വഴിയോര കച്ചവടക്കാരും, പക്ഷേ ഒന്നും നമുക്ക് കഴിക്കാൻ തോന്നൂല. ഞാൻ പറയാൻ വിട്ടുട്ടോ, ഇതാണ് നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷൻ കേട്ടോ. ഇതാണത് ഞാൻ പറഞ്ഞിരുന്നില്ലേ, നിസാമുദ്ദീൻ ദർഗ, ആ റെയിൽവേ സ്റ്റേഷനാണ് അത് കേട്ടോ. പിന്നെ നിസാമുദ്ദീൻ എന്ന് പറയുന്ന ഒരു പ്രദേശം പോലും ഉണ്ട് എന്നാണ്. ഡൽഹിയിലൊരു ഭാഗം നിസാമുദ്ദീൻ എന്നാണ് പേര് പറയാം. നമ്മളിപ്പോൾ മണ്ണാർക്കാട് പാലക്കാട് എന്നൊക്കെ പറയൂലേ, അതുപോലെ ആ പേരിലുള്ള റെയിൽവേ സ്റ്റേഷനാണ് അത് കേട്ടോ. പിന്നെ ഇവിടെ എന്താ റിക്ഷാവാലുണ്ട് കേട്ടോ, ഇഷ്ടംപോലെ. ഈ റിക്ഷാവാലക്കാർക്ക് എന്താ പണിയെന്നറിയോ, ഒരു സൈഡിൽ രണ്ടാളെടുത്താൽ മറു സൈഡിൽ രണ്ടാളെടുത്താൽ ഫ്രണ്ടിൽ ഒരാൾ 5 ആളെ വെച്ചിട്ട് ഇയാൾ ഓട്ടുന്നത് കേട്ടോ. ഇപ്പോൾ ഞങ്ങളൊരു റിക്ഷ കയറിയ അവസ്ഥയാണ്. അതാ മുന്നിൽ ഈ 2 പേര്, ഞങ്ങളിവിടെ 2 പേര്, ഫ്രണ്ടിൽ മനും. അപ്പോൾ ഒരാൾക്ക് ഇത്ര രൂപ വെച്ചിട്ടാണ് അയാൾ ഫിക്സ് ചെയ്യണത്. അയാൾക്കൊരു ലാഭം, ഒക്കെ ബിസിനസ്സാടോ. പിന്നെ ഞാൻ വിചാരിച്ചു ഈ ഓട്ടോയിൽ നിന്ന് ഇപ്പം ഞാനിങ്ങോട്ട് തിരിച്ചു പോകുമെന്ന്. അങ്ങനെ കുലുങ്ങിയിട്ടൊക്കെ പോകണത് കേട്ടോ. എന്തായാലും ഒക്കെ വെറൈറ്റി യാത്രകൾ, അതല്ലേ രസം. കാരണം നമ്മളെപ്പോഴും കാറിലോ അങ്ങനെയൊക്കെ അല്ലേ. അപ്പോൾ അതിനേക്കാളും ഒരു രസമാണ് കേട്ടോ. പക്ഷേ ഈ യാത്രകളൊക്കെ നമുക്ക് എന്നും ഓർമ്മിക്കാനും ആസ്വദിക്കാനും എന്നേക്കും വെച്ചാൽ എന്നേക്കുമാണ് കേട്ടോ ഈ യാത്രകൾ. പിന്നെ ഇവിടുത്തെ ഫുഡ് എത്ര രസം ഉണ്ടെന്ന് പറഞ്ഞാലും, അല്ലെങ്കിൽ എത്ര ടേസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞാലും, എനിക്ക് ഫുഡിനോട് മാത്രം ഞാൻ എന്താ പറയുക ടാറ്റ ബൈ ബൈ പറഞ്ഞത്. പിന്നെ എന്താ, അത്രയും വിശന്നാൽ പിന്നെ കഴിക്കല്ലാതെ വേറെ നിവൃത്തിയില്ല. അതന്നെ കുറച്ച് എന്തെങ്കിലും കഴിച്ചിട്ട് അവിടെ മതിയാക്കും, കാരണം എനിക്ക് ശരിയാവണില്ല. അങ്ങനെ ഇതുണ്ടോ, ഈ ഇവിടുന്ന് ഇറങ്ങണമെങ്കിൽ ഇതിങ്ങനെ കാണിച്ചു കൊടുക്കണം. മനുവിൻ്റെ എങ്ങനെ ആയിട്ടും ആവണില്ല കേട്ടോ.
അങ്ങനെ ഞങ്ങളൊക്കെ രക്ഷപ്പെട്ടു. മനു മാത്രം അവിടെ പെട്ടു. അത് കഴിഞ്ഞിട്ട് മനു രക്ഷപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ ശരിക്കും കപ്പള മാർക്കറ്റിലെത്തി. ചുരുക്കം പറഞ്ഞാൽ ആദ്യം ഇതിനെയും പോയിട്ടും റിക്ഷയിൽ കയറിയിട്ടും ട്രെയിനിൽ കയറിയിട്ടും മെട്രോ കയറിയിട്ടും. ഇൻഷാ അല്ലാ ബാക്കി നാളെ കാണാം. സബ്സ്ക്രൈബ് ചെയ്യട്ടോ.